അധ്യായം 22 അൽ ഹജ്ജ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 78. 27-ാം സൂക്തത്തിലാണ് ഹജ്ജ് എന്ന പദം വരുന്നത്. ഇതിലെ ഒരു ഭാഗം പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ അവസാന കാലത്തും ബാക്കി ഭാഗം മദീന ജീവിതത്തിന്റെ ആദ്യകാലത്തുമാണ് അവതീർണമായത്. 3 വിഭാഗത്തെയാണ് ഈ അധ്യായം അഭിസംബോധന ചെയ്യുന്നത്. മക്കയിലെ ബഹുദൈവാരാധകർ, വിശ്വാസത്തിനും അവിശ്വാസത്തിനുമിടയിൽ ചാഞ്ചാടുന്ന സംശയാലുക്കൾ, യഥാർത്ഥ വിശ്വാസികൾ. കഅബ നിർമ്മാണത്തെയും ഹജ്ജിനെയും സംബന്ധിച്ച പരാമർശങ്ങളും ഇതുൾക്കൊള്ളുന്നു. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅതി ശൈഉൻ അദീം. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക. ഉറപ്പായും അന്ത്യനാളിന്റെ പ്രകമ്പനം അതിഭയങ്കരം തന്നെ. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. നിങ്ങൾ അത് കാണും നാളിലെ അവസ്ഥയോ, മുലയൂട്ടുന്ന മാതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കും, ഗർഭിണികൾ പ്രസവിച്ചു പോകും. ജനങ്ങളെ ലഹരിബാധിതരെ പോലെ നിനക്കന്ന് കാണാം. യഥാർത്ഥത്തിൽ അവർ ലഹരിബാധിതരല്ല, എന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷ അത്രമാത്രം ഘോരമായിരിക്കും. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَيَتَّبِعُ كُلَّ شَيْطَانٍ مَرِيدٍ. ഒന്നുമറിയാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ധിക്കാരിയായ ഏതു ചെകുത്താനെയും അവർ പിൻപറ്റുന്നു.